അപ്പോൾ ഇന്നത്തെ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. ഇതിൽ മൊത്തം 7 ആക്ടിവിറ്റീസാണ് തന്നിട്ടുള്ളത്. അതിലേതെങ്കിലും 5 ആക്ടിവിറ്റീസാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. വി ആർ ലിവിങ് ഇൻ ടൈം വെയർ പൊല്യൂഷൻ ലെവൽസ് ആർ ഇൻക്രീസിങ് അൺകൺട്രോളബ്ലി ആൻഡ് പീപ്പിൾ ലീവ്സ് ആർ ബിക്കമിങ് ഡിഫിക്കൽട്ട്. ഒബ്സർവ് ദ പിക്ചർ. നമ്മൾ ഈ മലിനീകരണം അല്ലെ, പൊല്യൂഷൻ വളരെ കൂടുതലായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതം വളരെ ഡിഫിക്കൽട്ടായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴെയുള്ള ഈ പിക്ചർ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഈ 4 പിക്ചർ ശ്രദ്ധിച്ചല്ലോ. ഈ 4 പിക്ചറിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് പിക്ചർ ഷോസ് ദ ആക്ടിവിറ്റി ദാറ്റ് കോസ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷന്, അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത് ഈ 4 പിക്ചറിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് എ ആൻഡ് ബി, ബി ആൻഡ് സി, ബി ആൻഡ് ഡി, എ ആൻഡ് ഡി. ഏതൊക്കെയാ? എയിൽ കുറേ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നില്ലേ, അപ്പോൾ അത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. അപ്പോൾ എ ഉണ്ട്. ഇനി അടുത്ത ഡിയിൽ നോക്ക്, കർഷകർ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു. കത്തിക്കലെന്ന് പറയുന്നത് എയർ പൊല്യൂഷന് കാരണമാകുന്ന വസ്തുതയാണ്. അപ്പോൾ എയും ഡിയും ആണ് ഇവിടെ ആൻസർ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 4, ഫോർത്ത് ഓപ്ഷൻ എ ആൻഡ് ഡി, അതാണ് ആൻസർ. അപ്പോൾ എയുടെ ആൻസർ കിട്ടി. അടുത്ത ബി, വി ഫേസ് മെനി പ്രോബ്ലംസ് റിലേറ്റഡ് ടു എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഗിവ് സജഷൻസ് ടു സോൾവ് ദിസ്. അതിനെയൊക്കെ സോൾവ് ചെയ്യാനുള്ള, അതായത് എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സജഷൻസ് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 4 സജഷൻസ്, 4 സജഷൻസ് ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അപ്പോൾ മൊത്തം 5 മാർക്കാണ് ആക്ടിവിറ്റി. ഒന്നാമത്തെ ആക്ടിവിറ്റി 1 മാർക്ക് എക്ക് കിട്ടും. എ ആൻഡ് ഡി എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അടുത്ത ഈ തന്നിട്ടുള്ള ഏതെങ്കിലും 4 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ അടുത്ത ഒരു 4 മാർക്കും കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മൊത്തം 5 മാർക്ക് കിട്ടും. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുക. അവോയ്ഡിങ് ബേണിംഗ് വേസ്റ്റ് ബേൺ ചെയ്യുന്നത്, കത്തിക്കുന്നത് അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. എൻകറേജ് സൈക്ലിംഗ് വെയർ പോസിബിൾ, നമുക്ക് സൈക്കിൾ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെയൊക്കെ നമ്മൾ സൈക്കിൾ യൂസ് ചെയ്യുക. കൺട്രോളിങ് ഇലക്ട്രിസിറ്റിയുടെ യൂസേജ് കൺട്രോൾ ചെയ്യുക. അവോയ്ഡിങ് ബേണിംഗ് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഒഴിവാക്കുക. അടുത്ത സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. അടുത്തത് children are busy collecting pictures of different crops in India and preparing an album. Their names are given below. List them in order. താഴെ കുറച്ച് ക്രോപ്സിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവയെ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് നമ്മൾ ഈ കോളത്തിൽ എഴുതണം. ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? മെയ്സ്, കോട്ടൺ, സൺഫ്ലവർ, ജൂട്ട്, വീറ്റ്, സോയാബീൻ. അപ്പോൾ ഇതിൽ ക്യാഷ് ക്രോപ്സ് ഏതാണോ അതിൻ്റെ ആ കോളത്തിൽ ക്യാഷ് ക്രോപ്സ് എഴുതണം. ഫുഡ് ക്രോപ്സ് ഏതാണോ അത് ആ കോളത്തിൽ എഴുതണം. ഓയിൽ സീഡ്സ് ഏതാണോ അത് ആ കോളത്തിൽ എഴുതണം. അപ്പോൾ മെയ്സ് എന്ന് പറഞ്ഞാൽ ചോളം ഏതിലാണ് വരുന്നത്? ചോളം അത് ഫുഡ് ക്രോപ്സിലാണ് വരുന്നത് അല്ലേ? ഫുഡ് ക്രോപ്സിലാണ് ചോളം, മെയ്സ്. അപ്പോൾ മെയ്സ് ഫുഡ് ക്രോപ്സിൽ വരും. അടുത്തത് കോട്ടൺ ഏതിലാണ്? കോട്ടൺ എന്ന് പറയുന്നത് ക്യാഷ് ക്രോപ്സിലാണ് വരുന്നത്, നാണ്യവിളയിലാണ് വരുന്നത്. അടുത്ത സൺഫ്ലവർ എന്ന് പറയുന്നത് ഓയിൽ സീഡ്സിലാണ് വരുന്നത്. ദെൻ ജൂട്ട് എന്ന് പറയുന്നത് ക്യാഷ് ക്രോപ്സിൽ. വീറ്റ് ഫുഡ് ക്രോപ്സിൽ. സോയാബീൻ ഓയിൽ സീഡ്സിൽ. മനസ്സിലായോ? അപ്പോൾ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഓരോന്നിലുള്ളത്. ക്യാഷ് ക്രോപ്സിൽ വരുന്നത് കോട്ടൺ, ജൂട്ട്. ഫുഡ് ക്രോപ്സിൽ വരുന്നത് വീറ്റ്, മെയ്സ്. ഓയിൽ സീഡ്സിൽ വരുന്നത് സൺഫ്ലവർ, സോയാബീൻ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ 6 കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഓരോ ശരിക്കും 1/2 മാർക്ക് വെച്ചിട്ട്. മൊത്തം 6 നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക്. There are definite season for sowing and harvesting of each crop. ഓരോ ക്രോപ്പും നമുക്ക് സോ ചെയ്യാനും പിന്നെ അവനെ ഹാർവെസ്റ്റ് ചെയ്യാനും ഒരു ഡെഫിനറ്റ് സീസൺസ് ഉണ്ട്. വിച്ച് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സെയ്ദ് കൾട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് സീസൺസ്? ഖാരിഫ്, റാബി, സെയ്ദ് 3 ആണല്ലോ. അതിൽ സെയ്ദുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒന്നാമത്തെ നോക്കിയോളൂ. എ ഓപ്ഷൻസ്. മെയിൻ ക്രോപ്സ് ആർ പാഡി, കോട്ടൺ, ജൂട്ട്, ജോവർ, ബജ്റ. ആണോ? അല്ല. അപ്പോൾ അത് സെയ്ദിൽ വരുന്നതാണോ? അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെയ്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. അടുത്ത ബി ഓപ്ഷൻ നോക്കിയുള്ളൂ. മെയിൻ ക്രോപ്സ് ആർ വാട്ടർമെലൺ, വെജിറ്റബിൾസ് ആൻഡ് ഫോഡർ ക്രോപ്സ്. ശരിയാണോ? ശരിയാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫോഡർ ക്രോപ്സും ഒക്കെയാണ് ഏതിൽ വരുന്നത്? ഈ സെയ്ദിൽ വരുന്നത്. അപ്പോൾ ബി കറക്റ്റാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ബി എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 1 മാർക്ക് വീഴും. ഇനി ദ കൾട്ടിവേഷൻ പീരിയഡ് എക്സ്റ്റെൻഡ്സ് ഫ്രം ഒക്ടോബർ ടു നവംബർ. ആണോ? അല്ല, അത് തെറ്റാണ്. അടുത്ത ദ കൾട്ടിവേഷൻ സ്റ്റാർട്ട്സ് ആഫ്റ്റർ റാബി ഹാർവസ്റ്റ്. റാബിയുടെ ഹാർവസ്റ്റിന് ശേഷമാണ് കൾട്ടിവേഷൻ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ശരിയാണ് അല്ലേ? അപ്പോൾ ഡി ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ ഇവിടെ ബിയും ഡിയും ഓപ്ഷൻസ് കറക്റ്റാണ്, എയും സിയും തെറ്റാണ്. അപ്പോൾ ബി ആൻഡ് ഡി 2 ഓപ്ഷൻസ് ആണ് കറക്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 2 മാർക്ക് വീഴും. ഓക്കെ ആണല്ലോ? അപ്പം അങ്ങനെ മൊത്തം 5 മാർക്ക്. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി. ഓൺ ദ ബേസിസ് ഓഫ്
ടെമ്പറേച്ചർ ഡിഫറൻസ് അറ്റ്മോസ്ഫിയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ടെമ്പറേച്ചർ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റീഡ് ദ ഗിവൺ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ അറ്റ്മോസ്ഫിയറിക് ലെയർ. താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വായിച്ചു നോക്കിയിട്ട് ആ ക്യാരക്ടറിസ്റ്റിക്കുമായിട്ട് യോജിക്കുന്ന അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഞാനൊന്ന് വായിക്കാം. ദ ലീസ്റ്റ് ടെമ്പറേച്ചർ ഈസ് ഫെൽറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷപാളി. ഇറ്റ് ഈസ് ഇൻ ദിസ് ലെയർ. അത് ഈ ലെയറിലാണ്. മെറ്റിയോസ് ബേൺ ഡൗൺ, അതായത് ഉൽക്കകളൊക്കെ കത്തിച്ചാമ്പലാകുന്നത് ഇവിടെയാണ്. വിത്ത് ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ് ടെമ്പറേച്ചർ ഡിക്രീസസ്. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് പാളിയാണ്? ഈ എന്താണ് മെറ്റിയോസ് ഒക്കെ ബേൺ ചെയ്യുന്നത് ഏത് പാളിയിലാണ്? അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഏതാണ് ആ പാളി. മീസോസ്ഫിയർ അല്ലേ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ലെയർ. മീസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. മെറ്റിയോസ് ഒക്കെ ബേൺ ഡൗൺ ചെയ്യുന്നതും പിന്നെ വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നതും അതുപോലെ തന്നെ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഡിക്രീസ് ആവുന്നതും ഏതിലാണ്? മീസോസ്ഫിയറിലാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ മീസോസ്ഫിയർ. അടുത്തത് ബി ഓപ്ഷൻ. വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ എത്തുന്നത് ഏതൊക്കെ വഴിയിലൂടെയാണ്? ഏതൊക്കെയാണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് കമ്മിങ് ഔട്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് പൊടിപടലങ്ങൾ വരുന്നത് ത്രൂ ദ വോൾക്കാനോസ്, അഗ്നിപർവ്വതങ്ങളിലൂടെ, ത്രൂ ദ വിൻഡ് കാറ്റ് വഴി, ത്രൂ ദ ബേണിംഗ് ഓഫ് മെറ്റീരിയൽസ് അതായത് ഉൽക്കകൾ കത്തുന്നതിലൂടെയാണ് എവിടെ എത്തുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തിച്ചേരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ മോസ്റ്റ് അബൻഡൻ്റ്ലി ഫൗണ്ട് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ഏതാ? നൈട്രജൻ അല്ലേ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ. അപ്പോൾ ഈ ഒരു സി ക്വസ്റ്റ്യന് 1 മാർക്ക്, ബി ക്വസ്റ്റ്യന് 3 മാർക്ക്, എ ക്വസ്റ്റ്യന് 1 മാർക്ക്, അങ്ങനെ മൊത്തം 5 മാർക്കാണ് കേട്ടോ. അടുത്ത 4ാമത്തെ ആക്ടിവിറ്റി. എ ക്വസ്റ്റ്യൻ. ഗിവൻ ബിലോ ആർ ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ബൈ അനു റിഗാർഡിംഗ് ദ ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ മെത്തേഡ്സ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു കൊമേഴ്സ്യൽ ക്രോപ്സ്. അപ്പോൾ അനു കളക്ട് ചെയ്ത കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. കൊമേഴ്സ്യൽ ക്രോപ്സിനെ ബേസ് ചെയ്തിട്ട് ഇതിൽ തന്നിട്ടുള്ള ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത്. കൊമേഴ്സ്യൽ ക്രോപ്പ്. 1ാമത്തെ ഓപ്ഷൻ. ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. വളരെ വലിയ ക്യാപിറ്റൽ മൂലധന നിക്ഷേപം വേണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അത് കൊമേഴ്സ്യൽ ക്രോപ്പിൽ കറക്റ്റാണ്. അപ്പോൾ എ കറക്റ്റാണ്. അടുത്ത യൂസ് ഓഫ് നോൺ ടോക്സിക് പ്രോഡക്ട്സ്. അത് തെറ്റാണ് അല്ലേ. ടോക്സിക് പ്രോഡക്ട്സ് ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്തത് ടോക്സിക് എന്ന് വെച്ചാൽ വിഷമൊക്കെ ഉള്ള. അടുത്തത് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷനിലുള്ള സെൽഫ് സഫിഷ്യൻസി അത് ഒരിക്കലും കൊമേഴ്സ്യൽ ക്രോപ്പിൽ വരുന്നില്ല. അടുത്തത് യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി. മോഡേൺ ടെക്നോളജി നമ്മൾ കൊമേഴ്സ്യൽ ക്രോപ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എ ആൻഡ് ഡി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 3ാമത്തെ ഓപ്ഷൻ നോക്കിയോളൂ, എ ആൻഡ് ഡി അല്ലേ. അപ്പോൾ എ ഓപ്ഷൻ ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡി ഓപ്ഷൻ യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി. ഈ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊമേഴ്സ്യൽ ക്രോപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ. മിക്സഡ് ഫാമിംഗ് ഷുഡ് ബി എൻകറേജ്ഡ്. ഫൈൻഡ് ദ റീസൺസ് ആൻഡ് മേക്ക് എ നോട്ട് ഓൺ ഇറ്റ്. അതായത് മിക്സഡ് ഫാമിങ്ങിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ മിക്സഡ് ഫാമിങ്ങിൻ്റെ പോയിന്റ്സ് ആണ് ഈ തന്നിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു 3 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ, ഈ ഒരു അർത്ഥം വരുന്ന ഒരു 3 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ, ഈ ഒരു ആശയം വരുന്ന നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. 3 മാർക്കിനുള്ള 3 പോയിന്റ്സ് നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്തിടാം കേട്ടോ.